ഇത്രയും മോശമായ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. നമ്മളെപ്പോഴും പറയും ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് പറയും. സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പാണ് വേണ്ടത്. വോട്ടർമാർ മുഴുവൻ വീടുകളിൽ നിന്ന് വന്ന് പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ മണിക്കൂറുകളോളമാണ് പല പോളിംഗ് ബൂത്തുകളിലും ആളുകൾ ക്യൂ നിന്നത്. മടുത്തു കുറേ ആളുകൾ പോയി. തിരിച്ചു വന്ന ആളുകൾക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. 2 വോട്ടിനും ഇടയിലുണ്ടായ ഇത്രയും വലിയ ഗ്യാപ്പ് അത് എല്ലാ സ്ഥലത്തും ഇല്ല. തിരഞ്ഞെടുക്കപ്പെട്ട ചില സ്ഥലങ്ങളിൽ മാത്രം എന്തുകൊണ്ടുണ്ടായി? രാത്രി 10 മണി വരെ എങ്ങനെയാണ് പോളിംഗ് നീണ്ടത്? വളരെ കുറച്ച് അംഗങ്ങൾ മാത്രമുള്ള ഈ പറയുന്ന ഈ പോളിംഗ് ബൂത്തുകളിൽ പോലും രാത്രി വളരെ വൈകി. കാരണം 6 മണിയായപ്പോൾ 150ഉം 200ഉം പേര് പല ഗേറ്റിനകത്തും ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ പകൽ മനഃപൂർവ്വമായി ഇത് നീട്ടിയതാണോ, മനഃപൂർവ്വമായി ഉണ്ടാക്കിയ പ്രശ്നമാണോ? മാത്രമല്ല, നമ്മൾ നേരത്തെ ഈ വോട്ടിംഗ് മെഷീൻ കേടാകാറുണ്ട് പണ്ട്. പക്ഷെ അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ഇത് സംസ്ഥാനത്ത് വ്യാപകമായി വോട്ടിംഗ് മെഷീൻ കേടാകുന്ന സാഹചര്യം ഉണ്ടായി. എന്നിട്ട് ആ വോട്ടിംഗ് മെഷീൻ നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂറും 1 മണിക്കൂറും ഒക്കെ പല സ്ഥലത്തും എടുത്തു. ആ സമയമെങ്കിലും വൈകുന്നേരത്തെ 6 മണി കഴിഞ്ഞുള്ള സമയം നീട്ടി കൊടുക്കണ്ടേ? ഇതൊന്നും ഉണ്ടായില്ല. ചില സ്ഥലത്ത് ആവശ്യത്തിനുള്ള ഉദ്യോഗസ്ഥരുണ്ടായില്ല. ഇലക്ഷൻ കമ്മീഷനെയും ഇലക്ട്രൽ ഓഫീസറെയും എല്ലാം ഈ കാര്യങ്ങളെല്ലാം അതാത് സമയത്ത് നമ്മൾ അറിയിച്ചിട്ടും ഒരു ഇടപെടൽ അവരുടെ ഭാഗത്ത് നടത്തിയില്ല. അപ്പം ഞങ്ങളുടെ ആവശ്യം ഇതിനെക്കുറിച്ചൊരു സമഗ്രമായ അന്വേഷണം നടത്തണം. ഇനി കേരളത്തിൽ ഒരിക്കലും ഇത്തരം ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല എന്നാണ് നമ്മൾ വേണ്ടത്.